എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ, കമ്മൻ ആൻഡ് ഹെയർ കെയർ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഓണം അടുക്കാറായി, എല്ലാവരും തിരക്കിലായിരിക്കും ഓണത്തിൻ്റെ അല്ലേ? ഇവിടെ അത് അത്താഘോഷമൊക്കെയായി തൃപ്പൂണിത്തറ വലിയ കേമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉലുവയുടെ പാക്ക് കാണിച്ചല്ലോ. ഉലുവ പാക്കും ഒലിവ് ഓയിലും കോഫി പൗഡറും അല്ലേ, കഞ്ഞിവെള്ളം ഇട്ട് അപ്പോൾ അത് തേച്ചതാണ് കേട്ടോ ഇത്. പിന്നെ പ്രത്യേകിച്ച് എണ്ണയൊന്നും തേച്ചില്ല, കാരണം നമ്മൾ ആ പാക്കിൽ ഒലിവ് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇനി ഇതേ രീതിയിൽ നമ്മൾ പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല. ഡയറക്റ്റ് എണ്ണ മഴുക്കില്ലാത്ത കാരണം പൊടിയൊന്നും കയറി പിടിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ചിലവർക്ക് എണ്ണമയം ഇഷ്ടമല്ല, അങ്ങനെ ഷാമ്പു ഇട്ട പോലെ പറന്നിരിക്കണം അങ്ങനെ ഉണ്ടല്ലോ, ഒട്ടി നിൽക്കണ ഇഷ്ടമല്ലാത്തവർക്ക് വേറെ വിദ്യ പറഞ്ഞുതരാൻ. അങ്ങനെയുള്ളവർ പോകുന്നതിൻ്റെ തലേ ദിവസം ഈ ഉലുവ മാത്രം ഇതുപോലെ ഒന്നില്ലെങ്കിൽ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ കാടിവെള്ളത്തിലോ കുതിർത്തിയിട്ട് നിങ്ങൾ ഇതുപോലെ അരച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഉലുവ മാത്രം തേച്ചാൽ മതി കേട്ടോ. ഉലുവ മാത്രം തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പു ഇട്ട പോലെ ഇങ്ങനെ സിൽക്കി ആയിട്ടിരിക്കും കേട്ടോ, എണ്ണമെഴുക്കില്ലാതെ ഇരിക്കും. ചിലർക്ക് പുറത്തേക്ക് പോകുമ്പോൾ എണ്ണമെഴുക്ക് വേണ്ടാന്നുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരായി ഷാമ്പു ഒക്കെ ഇട്ട് ഇങ്ങനെ പറപ്പിച്ചൊക്കെ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഷാമ്പു വേണ്ടെന്ന് പറഞ്ഞല്ലോ, പകരം ഈ ഉലുവ മാത്രം അരച്ചിട്ടിട്ടാൽ മതി കേട്ടോ. എണ്ണയൊന്നും ഒലിവ് ഓയിലോ എണ്ണയൊന്നും ചേർക്കാതെ ഉലുവ മാത്രം അരച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ കഴുകി കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒട്ടും എണ്ണമയം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. ചില സമയത്ത് നമുക്ക് ഒട്ടും വേണ്ട, എണ്ണ മെഴുക്കൊന്നും അധികം വേണ്ട, മുടി ഒട്ടി നിൽക്കുന്നൊക്കെ അങ്ങനെയുള്ളവരുണ്ട് അഭിപ്രായക്കാരൻ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഉലുവ മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാം, ഷാമ്പുവിന് പകരം ചെയ്യാം കേട്ടോ. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ എണ്ണമയം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ എണ്ണമയം നിൽക്കും. അല്ല ഷാമ്പുട്ട് പോലെ പറപ്പിച്ചിട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡിന്റെ ജെല്ലൊക്കെ തേക്കാം കേട്ടോ. എണ്ണമെഴുക്ക് ഒട്ടും ഇല്ലാതിരിക്കും. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എണ്ണമെഴുക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ ആ താളി ചിലർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ വീട്ടിലാരെങ്കിലും പ്രായമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കാരണം ഇതിൻ്റെ ഇല പച്ച ഇലയായിരിക്കും, അത് കഴിഞ്ഞ് ഒരു വെളുത്ത ഇല പോലെ വരും പൂവുണ്ടാവുന്നതിന് മുമ്പ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തന്നല്ലോ, അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഓറഞ്ച് കളർന്ന പൂവുണ്ടാവുന്നത് കേട്ടോ. ആ ചെടിയായിരിക്കും. അത് എവിടെയെങ്കിലൊക്കെ ഉണ്ടോ, ചിലപ്പോൾ ഈ കാടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ വഴിയോരത്തൊക്കെ ചിലപ്പോൾ കാണും, ചില പറമ്പിലൊക്കെ കാണും കേട്ടോ. പൂവായിട്ട് വരുമ്പോൾ ഞാനൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ, പൂവോടുകൂടി കാണിച്ചു തരാം. നല്ല ടിപ്സാണ് കേട്ടോ. ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. തലയിൽ ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. നല്ലതാട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ചെമ്പരത്തിയാണ് കേട്ടോ. ഈ ചെമ്പരത്തി മിക്ക വീട്ടിലും ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോണം ഒരു കൊമ്പ് പിടിപ്പിക്കണം കേട്ടോ ചെടിച്ചട്ടിയിൽ. അത്രയും നല്ല ഉപകാരമാണിത്. അതായത് ഇങ്ങനെയുള്ള ചെമ്പരത്തി 5 എണ്ണം എടുക്കാം. 5 എണ്ണം എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കുടിച്ചാൽ നമുക്ക് വളരെ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. ഈ ചിലവർക്ക് ഇപ്പം ലേഡീസിനാവുമ്പോൾ അടിവയറ് വേദനയൊക്കെ വരില്ലേ, യൂട്രസിൻ്റെ പ്രോബ്ലം കൊണ്ട് അടിവയറ് വേദന, വയറ് വീർത്തിരിക്കാം, അനങ്ങാൻ വയ്യ, അങ്ങനെയുള്ളൊരു വേദന ഉണ്ടാവും. പിന്നെ മെൻസസ് പീരീഡ് കുട്ടികൾക്കുള്ള വേദന ഉണ്ടാവും. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, അയോണും കാൽസ്യം കുറവുള്ളത് കൊണ്ടിട്ടാണെന്ന്. അപ്പോൾ കൂട്ടത്തിൽ ഇത് ദിവസേന ഈ ചെമ്പരത്തി വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് എല്ലാ അസുഖവും മാറും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, ബ്ലഡ് ഉണ്ടാവും, ഇതുപോലെയുള്ള വേദനകളൊക്കെ മാറും കേട്ടോ. ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടോ. അപ്പോൾ ഈ അടിവയറ് വേദന, സ്ഥിരം വയറുവേദന, വയറ് കട്ടിയുള്ളവർ, കട്ടിപ്പ് തോന്നുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. രാവിലെ എന്തായാലും ചുക്കുവെള്ളമൊക്കെ തിളപ്പിച്ചിടുമല്ലോ, ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇത് ഇടാം കേട്ടോ. അല്ല ഇനി സെപ്പറേറ്റ് തിളപ്പിച്ചിടണമെങ്കിൽ രാവിലെ എണീക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ 5 പൂവ് എടുക്കുക. അങ്ങനത്തെ 5 ഇതൾ ചെമ്പരത്തി 5 പൂവ് എടുത്തിട്ട് തിളപ്പിച്ച് അവിടെ ഇട്ടേക്കുക. എന്നിട്ട് പൂവ് അതിൽ നിന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. മാറ്റിയിട്ട് ആ വെള്ളം തന്നെ നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നോളൂ. ഡെയിലി നിങ്ങളത് കുടിച്ചോളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, ക്ഷീണമൊക്കെ മാറും, ബ്ലഡ് സർക്കുലേഷൻ കൂടും കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ല ഔഷധമാണ്. വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ, അടിവയറുവേദന അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് ശമനം കിട്ടും കേട്ടോ.
ഏറ്റവും ഇതാണ്. ഇതുപോലെ ഇത് ചെയ്താൽ മുടി കൊഴിച്ചിലും മാറും, ചൂടൊക്കെ കുറയും തലയിൽ കേട്ടോ. ഉള്ളിലെ ചൂട് കുറയും, തലയിലെ ചൂട് കുറയും, അങ്ങനെ മുടി കൊഴിച്ചിലും മാറും കേട്ടോ. അപ്പൊ വേറെ മരുന്നൊന്നുമില്ലാതെ ഈ ചെമ്പരത്തിപ്പൂ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പല അസുഖങ്ങളും മാറ്റാവുന്നതാണ്. ചെമ്പരത്തി അകത്തേക്ക് കഴിക്കാം, അതുപോലെ പുറത്ത് തേക്കാം, തലമുടിയിൽ തേക്കാം, സ്കിന്നിന് വേണമെങ്കിൽ നമുക്ക് തേക്കാം കേട്ടോ. സ്കിന്നിന് ഇത് അരച്ചെടുത്തിട്ട് നമ്മളുടെ പാക്കിന്റെ കൂടെ ഇതും തേക്കാം കേട്ടോ. അപ്പൊ ഭയങ്കര ഒരു മാജിക്കാണ് ഈ ഹൈബിസ്കസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തിളപ്പിക്കുമ്പോൾ ഈ ഞെട്ട് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ഞെട്ട് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കി അങ്ങനെ തന്നെ ഇട്ട് നമുക്ക് തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്നും വാടി കിട്ടും, ഇത് വയലറ്റ് കളറാവും തിളപ്പിച്ച് കഴിയുമ്പോൾ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ റെഡ് കളറാവും. നമുക്ക് ഇപ്പൊ ഇന്ന് തിളപ്പിച്ച് ഇന്നൊരു ദിവസം ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് നിങ്ങൾ വെള്ളം തിളപ്പിച്ചിടാം, അത് തന്നെ കുടിക്കുക. എല്ലാവർക്കും നല്ലതാ, കുട്ടികൾക്കും നല്ലതാ, പുരുഷന്മാർക്കും നല്ലതാ, സ്ത്രീകൾക്കും നല്ലതാണ് കേട്ടോ. വേറെ അസുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിവിടെ സ്ഥിരം ചുക്കുവെള്ളത്തിന് പകരം ഇത് തിളപ്പിച്ചിടാറാ പതിവ് കേട്ടോ. പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇല്ലാത്തവർ നട്ടുപിടിപ്പിക്കണം കേട്ടോ. ഇതിന്റെ ഇലയൊക്കെ നമ്മൾ താളിയായിട്ട് എടുക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ മൊട്ട ഉണ്ടെങ്കിലും പൂവുണ്ടെങ്കിലും നമുക്ക് താളിയായിട്ട് എടുക്കാം, താളിയുടെ കൂടെ എടുക്കാം കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും, മുടി വളരും. ചെമ്പരത്തി ഫേമസ് ആണല്ലോ. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ മറുപടി പറയുന്നതായിരിക്കും കേട്ടോ. വീഡിയോയിൽ വന്നിട്ട് മറുപടി പറയുന്നതായിരിക്കും. അപ്പൊ ആ താലി ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ മിക്കവാറും റോഡിലൊക്കെ കാണാം, വേലിയൊക്കെ ഇരിക്കുന്നിടത്തൊക്കെ കാണാം കേട്ടോ, പറമ്പുകളിലൊക്കെ കാണാം. പൂവുണ്ടായി വരുമ്പോ ഞാൻ അതെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പൂവെല്ലാം കായായി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പാക്കെല്ലാം ഉപയോഗിക്കാം. പിന്നെ മുടി കെട്ടുപിണഞ്ഞു പൊട്ടിപ്പോകുന്നു, അതാണോ അർത്ഥമാക്കുന്നത് അല്ലേ? അങ്ങനെ സംശയം ചോദിച്ചതിനോട്. കെട്ട് വീഴാന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ടാവും, നമുക്ക് നീളമില്ലാത്ത മുടികളൊക്കെ ഉണ്ടാവും, ചെറിയ നീളമില്ലാത്ത മുടികൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ മുടി കാറ്റത്ത് മറ്റുള്ള മുടിയായിട്ട് ചുറ്റി പണയും. അങ്ങനെയാണ് അത് അവിടെ നിന്ന്. പിന്നെ നമുക്ക് വിടുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും, അത് ജടയായി മാറും, കുഞ്ഞു കുഞ്ഞു കെട്ട് വരെ വീഴും. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ പിന്നു കൊണ്ടുവരെയും കെട്ടഴിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതാണ് അതിന്റെ വാസ്തവം കേട്ടോ. അപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം മുടി നമ്മൾ കെട്ടിവെച്ച് യാത്ര ചെയ്യാം. കെട്ടിവെച്ചിട്ട് അത് നല്ല കാറ്റത്താവുമ്പോൾ കുഞ്ഞു മുടിയും വലിയ മുടിയും കൂടി കെട്ടുപഴയും. അപ്പൊ നമ്മൾ ഡെയിലി വിടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, അത് അവിടെ ഇരുന്നിരുന്ന് കെട്ട് മുറുകി കഴിയുമ്പോൾ നമുക്കത് വിടുത്താൻ പറ്റാതെ വരും. പിന്നെ ഈ പറഞ്ഞാണ് സൂചിയൊക്കെ വെച്ചിട്ട് വിടുത്ത, അതിന് നമ്മുടെ സമയം പോകും, പിന്നെ ഭയങ്കര ക്ഷമ ആവശ്യമാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും ഇങ്ങനെയാണ് അത് പൊട്ടിപ്പോകാൻ ചാൻസ്. അപ്പൊ ഡെയിലി നമ്മൾ മുടി വിടുത്തുമ്പോൾ ജട ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ രാവിലെയൊക്കെ യാത്രയൊക്കെ ചെയ്തു ഈവനിങ് ടൈം വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ എടുത്താലും നമ്മുടെ മുടിയിൽ ജടയുണ്ടാവും, അത് ഉറപ്പാ. കാറ്റത്തും വണ്ടിയിലൊക്കെ പോകുമ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ വൈകുന്നേരം എത്ര ലേറ്റ് ആയാലും ശരിയാണ്, നമ്മൾ മുടി വിടുത്തണം. വിടുത്തുമ്പോൾ ചെറിയ കെട്ടായിരിക്കും, അത് നമുക്ക് വിടുത്തി കളയാൻ പറ്റുന്ന കെട്ടായിരിക്കും. നമ്മൾ വിടുത്തിയില്ലെങ്കിൽ അത് നല്ല കടുംകെട്ടായിട്ട് നമുക്ക് അഴിക്കാൻ പറ്റാത്ത വണ്ണം കടും കെട്ടായിട്ട് മാറും. പിന്നെ അത് നമുക്ക് പൊട്ടിപ്പോവാനേ പറ്റുള്ളൂ, വിടുത്തുമ്പോൾ പൊട്ടിപ്പോകേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മുടി കെട്ടിവെച്ച് പോവുക. അങ്ങനെ കാറ്റത്ത് പറക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിവെച്ചിട്ട് പോവുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ കേട്ടോ. സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം അടുത്ത ടിപ്പുമായിട്ട്. എല്ലാവർക്കും നല്ല വരട്ടെ.